പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. പ്രാഥമിക ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് ലഭിച്ചേക്കും. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, ഏറെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തു വെള്ളത്തിൽ കലർന്നിട്ടുണ്ടോ എന്നറിയാൻ നമുക്കതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക വിലയിരുത്തലുകളും ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്നു. മനു, ഈ പെരിയാറിലെ മത്സ്യക്കുരുതി സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അന്വേഷണം, രണ്ട് തലത്തിൽ നടക്കുന്ന അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് രണ്ടും സർക്കാർ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥതല അന്വേഷണം ആണ്. ഇതുകൂടാതെയാണ് ഈ കുഫോസിലെ ഫിഷറീസ് സർവകലാശാലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഒരു സമിതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം. ഈ ഫിഷറീസ് സർവകലാശാലയിലെ കുഫോസിലെ വിദഗ്ധർ ഉൾപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് വെള്ളിയാഴ്ചയ്ക്കകം നൽകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അതായത് ഇന്ന് ആ റിപ്പോർട്ട് ലഭിക്കും എന്നാണ് കരുതുന്നത്. ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് നാളെയായിരിക്കും, ശനിയാഴ്ച നാളെയാണ് അത് ലഭിക്കുക. ഇന്ന് ലഭിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സമിതിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുഫോസിലെ വിദഗ്ധർ ഉൾപ്പെട്ട സംഘം അന്വേഷണം ആരംഭിച്ചത്. അത് ഈ കുഫോസിലെ വിവിധ വകുപ്പുകളുടെ മേധാവിമാരാണ്. മധ്യമേഖല ഫിഷറീസ് ജോയിൻറ്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അക്വാകൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു വർഗീസ് ചെയർമാനായിട്ടുള്ള 7 അംഗ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നലെ ആരംഭിച്ചത്. ഇന്നലെ ആ സ്ഥലത്തടക്കം എത്തി പരിശോധന നടത്തിയിരുന്ന 7 അംഗ സമിതിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ പരിശോധന പൂർത്തിയാക്കി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം രാസപരിശോധനാ ഫലങ്ങളും ഇന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കും. എന്താണ് ഈ മാലിന്യത്തിൽ എന്താണ് കലർന്നത് എന്നത് സംബന്ധിച്ച ശാസ്ത്രീയമായ റിപ്പോർട്ട് ലഭിച്ചാൽ അതിനനുസരിച്ച് തുടർ നടപടിയിലേക്ക് കടങ്ങാനാണ് തീരുമാനം. ശരി, ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.